പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ വീണ്ടും നമുക്കൊരു ദിവസവും കൂടി കർത്താവ് ദാനമായിട്ട് തന്നു. ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് തരുന്ന സമയങ്ങളാണ് നമ്മുടെ ഈ ജീവിതയാത്ര. നിത്യതയിൽ നാം ദൈവത്തോടു കൂടി ആയിരിക്കുമെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ആ ദൈവത്തോടു കൂടി ആയിരിക്കുന്നതിൽ സന്തോഷം വേണം. ആ ദൈവത്തെ അറിയുക എന്നുള്ളത് എത്ര വലിയ ഭാഗ്യകരമായൊരവസ്ഥയാണ്. പ്രത്യേകിച്ചും നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം, അത് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം ഒരു ദൈവമല്ല, മൂന്ന് ദൈവങ്ങളുമല്ല, ദൈവം ഏകനാകുന്നു, എന്നാൽ ത്രിയേകനാകുന്നു എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യമാണ്. മനസ്സിലാക്കണം. ദൈവം ഒരു ദൈവമല്ല, മൂന്ന് ദൈവങ്ങളുമല്ല, ദൈവം ഏകനാകുന്നു, ത്രിയേകനാകുന്നു. നമ്മളിത് വായിക്കുമ്പോൾ ഇതെല്ലാം സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായി തോന്നും. നമുക്ക് ദൈവത്തെക്കുറിച്ചൊരു പൂർണ്ണമായ അറിവ് നമുക്ക് പ്രാപിക്കാൻ മനുഷ്യനെന്ന നിലയിൽ, സൃഷ്ടി എന്ന നിലയിൽ നമുക്ക് കഴിയില്ല. അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ആ ദൈവം ദൈവവുമായിരിക്കില്ല. അപ്പോൾ വളരെ വിലപ്പെട്ട കാര്യം, സത്താപരമായി ദൈവം ഏകനാണ്. ശ്രദ്ധിക്കുക, സത്താപരമായി, എസൻസ്, സത്താപരമായി. അത് തന്നെ ആ വ്യാഖ്യാനം തന്നെ അത്ര ശരിയല്ല. എന്നാൽ സംഖ്യാപരമായി ദൈവം മൂന്നാണ്, മൂന്ന് വ്യക്തികളാണ്. ഇത് വളരെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. സത്താപരമായി അവരിലെ മൂന്ന് പേരിലും ഒരേ ചിന്താഗതി, ഒരേ സ്വഭാവം, ഒരേ ആറ്റിറ്റ്യൂഡാണ്. എന്നാൽ അവർ സംഖ്യാപരമായി മൂന്ന് പേര്, മൂന്ന് വ്യക്തികളാണ്. നോക്കണം. അപ്പം സംഖ്യാപരമായി നോക്കുമ്പോൾ നമുക്ക് മൂന്ന് വ്യക്തികളെ കാണാൻ പറ്റും. എന്നാൽ അവർ സാരാംശപരമായിട്ട് ഒന്നാണ്. മാത്രമല്ല, ഇതിനകത്ത് ഒരു വലിയൊരു വിഷയം, ദൈവം സർവജ്ഞാനി എന്നോ സർവവ്യാപി എന്നോ ഉള്ള വാക്യം വേദപുസ്തകത്തിലില്ല. ശ്രദ്ധിക്കണേ, ദൈവം സർവജ്ഞാനി എന്നോ സർവവ്യാപി എന്നോ ഉള്ള വാക്യം വേദപുസ്തകത്തിൽ ഇല്ല. എന്നാൽ അത് തെളിയിക്കുന്ന വാക്കുകൾ പലതുമുണ്ട്. ദൈവം സർവജ്ഞാനിയാണെന്നും സർവവ്യാപിയാണെന്നും തെളിയിക്കുന്ന അനേക വാക്കുകൾ വചനത്തിലുണ്ട്. എന്നാൽ ദൈവം സർവജ്ഞാനിയാണ്, സർവജ്ഞാനിയായ ദൈവം എന്നുള്ള പ്രയോഗം, സർവവ്യാപിയായ ദൈവം എന്നുള്ള പ്രയോഗം വേദപുസ്തകത്തിൽ ഇല്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ മാത്രമല്ല, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയണമെങ്കിൽ ഈ ത്രിയേകത്വം എന്ന സത്യം നമ്മൾ ഗ്രഹിക്കണം. യഥാർത്ഥ സത്യ ദൈവത്തെ അറിയണമെങ്കിൽ ഈ ത്രിയേകത്വം എന്ന ഈ സത്യം നമ്മൾ ഗ്രഹിക്കണം. അത് ഗ്രഹിക്കാതെ നമുക്ക് ഒരിക്കലും ദൈവത്തെ യഥാർത്ഥമായിട്ടും നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, പിതാവിനുള്ള പ്രത്യേകതകൾ പുത്രനും പരിശുദ്ധാത്മാവിനും ഉള്ളതായി ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, പിതാവിനുള്ള അതേ പ്രത്യേകതകൾ പുത്രനും പരിശുദ്ധാത്മാവിനും ഉള്ളതായി തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ദൈവം നിത്യനാണ്, ദൈവം സർവശക്തനാണ്, ദൈവം സർവജ്ഞാനിയാണ്, ദൈവം സർവവ്യാപിയാണ്, ദൈവം പരിശുദ്ധനാണ്. അപ്പോൾ ദൈവം മാത്രമേ പരിശുദ്ധനായിട്ടുള്ളൂ, ദൈവം മാത്രമേ നിത്യനായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രത്യേകതയെക്കുറിച്ച് മൂന്ന് പേർക്കും പറഞ്ഞിരിക്കുന്ന ഈ പ്രത്യേകതയെക്കുറിച്ച് നമ്മളൊരല്പമായിട്ട് ഇന്ന് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുക. വളരെ ഇത് നമുക്ക് ഒരുപാട് ഓടിച്ചങ്ങ് പോയാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയവുമല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മൾ കൃത്യതയോടുകൂടി വ്യക്തമായി മനസ്സിലാക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാൻ അനിവാര്യമായ കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളിതിൽ ചിന്തയ്ക്ക് പോകുന്നത്, ദൈവം നിത്യനാണ് എന്നുള്ളതാണ്. ദൈവം നിത്യനാണ്. അപ്പം അതിന് ഒന്ന്, പിതാവ് നിത്യനാണ്. നമുക്ക് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ നിലയിൽ നമുക്ക് ആ കാര്യങ്ങൾ ചിന്തിക്കാം. പിതാവ് നിത്യനാണ്. നമ്മൾ 90-ാം സങ്കീർത്തനം
അതിൻ്റെ 2-ാം വാക്യം, 90-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നോക്കണം, ഇവിടെ പിതാവായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് നിത്യനായ ദൈവമാകുന്നു എന്ന് തന്നെയാണ്. ശ്രദ്ധിക്കണം. ഇനി അതേ കാര്യം തന്നെ നമ്മൾ പുത്രനെ കുറിച്ച് വായിക്കാം, നമുക്ക് കഴിയും. പുത്രനെ കുറിച്ച് പറയുന്നത് പ്രത്യേകിച്ചും എബ്രായ ലേഖനം അതിൻ്റെ 13-ാം അധ്യായം 8-ാം വാക്യം. പുത്രനെ കുറിച്ച് പറയാണ്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. നോക്കുക, അപ്പം യേശു ക്രിസ്തു നിത്യനായ ദൈവമാണെന്നാണ് തിരുവെഴുത്ത്. അപ്പോൾ പിതാവ് നിത്യനാണ്, അതുപോലെ തന്നെ പുത്രനും നിത്യനാണ്. ഇനി നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ അതേ എബ്രായ ലേഖനത്തിൽ തന്നെ 9-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും അവിടെ വായിക്കുന്നത്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം. അപ്പം നിത്യാത്മാവെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവും നിത്യമാണെന്ന്. അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ കാണണം, പിതാവിൻ്റെ അതേ പ്രത്യേകത പുത്രനുണ്ട്, പിതാവിനും പുത്രനുമുള്ള അതേ പ്രത്യേകത പരിശുദ്ധാത്മാവിനുണ്ട്. അപ്പോൾ ഇവര് ഒരേ സമയം 3 വ്യക്തികളാണ്. മാത്രമല്ല അവർ ദൈവമാണ്, ദൈവങ്ങളല്ല, ത്രിയേക ദൈവമാണ്. അവരിൽ 3 ഈ പ്രത്യേകത, ഈ സാരാംശം നമുക്ക് കാണാൻ കഴിയും. നിത്യനാണ്. പിതാവ് നിത്യനായിരിക്കുന്ന പോലെ പുത്രനും നിത്യനായിരിക്കുന്നു. പിതാവും പുത്രനും നിത്യനായിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവും നിത്യനായിരിക്കുന്നു. ഇനി അടുത്ത കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, പിതാവ് സർവശക്തനാണ്. അപ്പോൾ പിതാവ് സർവശക്തനാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അവിടെ അബ്രഹാമിന് വെളിപ്പെടുമ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ പറയുന്നൊരു കാര്യം, 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കരായിരിക്കുക. അപ്പോൾ ഇവിടെ ദൈവം തന്നെ പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നോക്കുക, അപ്പം ദൈവം സർവശക്തനാകുന്നു എന്നുള്ള കാര്യം ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, അവിടുന്ന് സർവശക്തനാകുന്നു. നോക്കുക പ്രിയമുള്ളവരെ, അപ്പം ഈ പ്രയോഗം നമുക്ക് കർത്താവിനോടുള്ള ബന്ധത്തിൽ കർത്താവ് എഴുന്നേറ്റപ്പോൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവ് പറഞ്ഞു, യേശു അടുത്ത് വന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ താൻ സർവശക്തനായ ദൈവമാണെന്ന് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുക. തനിക്ക് സ്വർഗത്തിലും ഭൂമിയിലും സർവാധികാരവും ഉണ്ടെന്ന് പറയുമ്പോൾ താൻ സർവശക്തനായ ദൈവമാണെന്ന് വളരെ വ്യക്തമായിട്ടും ഇവിടെ പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, അവിടുന്ന് നമുക്ക് അതേ കാര്യം തന്നെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴും കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം 8-ാം വാക്യം അവിടെ അതിൻ്റെ ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ആണോ? അവിടെയും വളരെ വ്യക്തമായിട്ടും പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു സർവശക്തനായ ദൈവമായിട്ടാണ്. സർവശക്തനായ ദൈവമായിട്ടാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം അവിടെ നമ്മൾ കാണുന്നത്, ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ. അപ്പം കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മ ശക്തിയാലാണെന്നാണ്. അപ്പോൾ നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല.
അവിടെ പ്രവർത്തനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണെന്ന് ഇവിടെ വചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. അപ്പോൾ പിതാവിനുള്ള അതേ പ്രത്യേകത പുത്രനുണ്ട്. പിതാവിനും പുത്രനുള്ള അതേ പ്രത്യേകത പരിശുദ്ധാത്മാവിനുണ്ട്. അപ്പം പിതാവ് സർവശക്തനായിരിക്കുന്നത് പോലെ പുത്രനും സർവശക്തനാണ്, പരിശുദ്ധാത്മാവും സർവശക്തനാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മൂന്നാമത്തെ കാര്യം, പിതാവായ ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. പിതാവായ ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. നമ്മൾ യെരമ്യാ പ്രവചനം അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരേന്ദ്രിയങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിക്കും ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ദൈവം സർവജ്ഞാനിയായ ദൈവമായിട്ടാണ് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമ്മുടെ സകല വിഷയങ്ങളും അറിയുന്ന സകല മനുഷ്യരുടെയും സകല കാര്യങ്ങളും, നമ്മുടെ പ്രവൃത്തികൾ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ, വിചാരങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം അറിയാം. അവിടത്തേക്ക് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ഇതെത്ര അത്ഭുതകരമായ കാര്യമാണ്. ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. നമ്മൾ ഇനി അതേ കാര്യം നമ്മുടെ കർത്താവിനെ കുറിച്ച് വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും, വെളിപ്പാട് പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 23-ാം വാക്യം അവിടെ വായിക്കുന്നത്, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവർത്തികൾക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. അപ്പൊ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് താൻ എങ്ങനെയുള്ള ദൈവമാണ്? ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ, അറിയുന്നവൻ. വളരെ വിലപ്പെട്ട കാര്യമാണ് പ്രിയമുള്ളവരെ. നമ്മൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ കർത്താവിനെ കുറിച്ച് വായിക്കുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാവുന്നു നമുക്ക് കാര്യമുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ സകല മനുഷ്യരുടെയും സകല കാര്യങ്ങളും അറിയുന്ന ദൈവത്തിന് മുൻപിലാണ് നമ്മുടെ ന്യായവിധി. വിശുദ്ധന്മാർക്ക് ശിക്ഷാവിധിയില്ല, എന്നാൽ ന്യായവിധിയുണ്ട്. എന്തിനു വേണ്ടിയാ? അവർ ചെയ്ത പ്രവൃത്തികൾക്ക് പ്രതിഫലം പ്രാപിക്കുവാൻ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പുത്രൻ സർവജ്ഞാനിയായ ദൈവമാണ്. തൻ്റെ അറിവിനപ്പുറമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. ഇത് എത്രമാത്രം വിലപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇതേ കാര്യം തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. എത്ര അത്ഭുതം അല്ലേ? നമ്മൾ ചിന്തിക്കുക. നമ്മൾ 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 10-ഉം 11-ഉം വാക്യം, നമ്മളിതൊക്കെ ഒരുപാട് വാക്യങ്ങൾ എടുത്ത് വായിക്കുന്നില്ല. ആ കാര്യങ്ങളുടെ സാരാംശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് അത്യാവശ്യമുള്ള റെഫറൻസ് മാത്രം നോക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ വായിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നിരിക്കുന്നത്, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യനിൽ ആരറിയും? അവണ്ണം തന്നെ ദൈവത്തിനുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. കണ്ടോ? പരിശുദ്ധാത്മാവ് ദൈവത്തിലെ സകല കാര്യങ്ങളെയും നമുക്ക് അറിയിച്ചു തരുന്നത്, വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അറിയാം നമുക്ക് എന്തുമാത്രം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. അതനുസരിച്ച് ആ ആത്മീയ സത്യങ്ങളെ, ദൈവികമായ ആ സത്യങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവത്തിലുള്ളത് അറിയാൻ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ കഴിയൂ, പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. മനുഷ്യനുള്ളത് മനുഷ്യൻ്റെ ആത്മാവ് അറിയുന്നത് പോലെ ദൈവത്തിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ അറിയാൻ കഴിയൂ. നോക്കുക, എത്ര ഗഹനമല്ലേ. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ പിതാവിൻ്റെ അതേ ഗുണസവിശേഷതകൾ പുത്രനുണ്ട്, പിതാവിനും പുത്രനുമുള്ള അതേ സവിശേഷതകൾ പരിശുദ്ധാത്മാവിനുണ്ട്. അപ്പോൾ ഇവർ
മൂന്ന് ദൈവങ്ങളല്ല, എന്നാൽ മൂന്ന് വ്യക്തിത്വങ്ങളാണ്, എന്നാൽ അവർ ത്രിയേക ദൈവമാണ് എന്നുള്ളതാണ് നമ്മൾ ഗ്രഹിക്കേണ്ടതായിരിക്കുന്ന ഒരു വലിയ പരമസത്യം. ഇതൊന്നും നമുക്കൊന്ന് വേണ്ടും വണ്ണം ഗ്രഹിക്കാനായിട്ട് നമുക്ക് സ്വല്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലൂടെ മാത്രമേ കഴിയൂ. അതല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകാം. വളരെ ഗഹനമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഇത് നമ്മൾ ചുവട് വെച്ച് പതുക്കെ അതിൻ്റെ ആഴമായൊരു സ്റ്റഡി വിശുദ്ധന്മാർക്ക് അത്യാവശ്യമായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ നിലയിൽ. ഇനി ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം ഇത് ത്രിയേകത്തെക്കുറിച്ച്, പിന്നെ ലോക സൃഷ്ടിപ്പിൽ ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തികളിൽ അതിലെല്ലാം പിന്നെ നമുക്ക് ഈ ത്രിയേകത്വം കാണാനായിട്ട് കഴിയും. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 3 കാര്യം ചിന്തിച്ചു. ഒന്ന്, ത്രിയേക ദൈവം നിത്യനാണ്, പിതാവ് നിത്യനാണ്, പുത്രൻ നിത്യനാണ്, പരിശുദ്ധാത്മാവ് നിത്യനാണ്. വീണ്ടും നമ്മൾ കണ്ടത് പിതാവായ ദൈവം സർവജ്ഞാനിയാണ്, കർത്താവ് സർവശക്തനാണ്. നമ്മൾ രണ്ടാമത് കണ്ടത് സർവശക്തനാണ്. അപ്പോൾ അത് കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ് അബ്രഹാമിനോട്, ഞാൻ സർവശക്തനായ ദൈവമാകുന്നു. നോക്കുക, അപ്പോൾ ദൈവം സർവശക്തനാകുന്നു എന്ന് അത് ദൈവം തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും നമുക്ക് കാണാൻ കഴിഞ്ഞു. അവിടുന്ന് സർവശക്തനായ ദൈവമാണെന്ന് വെളിപ്പാട് 1:8 നമ്മൾ വായിക്കുകയുണ്ടായി. അതേ കാര്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. മൂന്നാമത് നമ്മൾ കണ്ടത് ദൈവം സർവജ്ഞാനിയാണെന്ന്. ദൈവം അറിയാതെ ഒന്നും എങ്ങും നടക്കുന്നില്ല. അത് തന്നെ നമുക്ക് എത്ര സന്തോഷം വരുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ അത് ദൈവം അറിയുന്നു. ദൈവം അനുവദിക്കാതെ, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അത് തന്നെ നമുക്ക് എത്ര ധൈര്യം പകരുന്ന കാര്യമാണ്. കാരണം വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടുള്ള ബന്ധത്തിൽ അവിടെ നിന്ന് നമ്മുടെ പിതാവാണ്. അപ്പം മക്കളെന്ന നിലയിൽ നമ്മളെക്കുറിച്ച് പിതാവിന് എത്രമാത്രം കരുതലുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് എത്ര ആശ്വാസമാണ്. വളരെ വിലപ്പെട്ട കാര്യങ്ങൾ. ഇനി നാലാമതായിട്ട് ഞാൻ പറയുന്നത് ദൈവം സർവ്വവ്യാപിയാകുന്നു എന്നുള്ളതാണ്. അത് ദൈവത്തിന് മാത്രമുള്ള ഗുണസവിശേഷതയാണ്. ദൈവം സർവ്വവ്യാപിയാകുന്നു. നമ്മൾ യിരെമ്യാ പ്രവചനം അതിൻ്റെ 23-ാം അധ്യായം 23-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ, യിരെമ്യാ പ്രവചനം 23-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം, ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്തൊളിപ്പാൻ കഴിയുമോ? ഒരു വലിയ ചോദ്യമാണ്. എന്ന് യഹോവയുടെ അരുളപ്പാട്, ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ദൈവം എല്ലാം കാണുന്നുണ്ട്. നോക്കുക, ഈ അറിവൊക്കെ ഓരോ വിശുദ്ധന്മാർക്കും എത്ര അനിവാര്യമായ കാര്യമാണ്. പലപ്പോഴും പലരും അവർ കാണുന്നില്ല, ഇവർ കാണുന്നില്ല എന്നുള്ള ചിന്താഗതികളിലൊക്കെയാണ് പലരും പല തെറ്റും ചെയ്യുന്നത്. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അതാ ജോസഫിനുണ്ടായിരുന്നത്. പോത്തിഫറിൻ്റെ ഭാര്യ പാപം ചെയ്യാൻ പ്രോത്സാഹിച്ചപ്പോൾ അവൾ പറയുന്നത് ഇവിടെ ആരും ഇല്ലെന്നാണ്. എന്നാൽ യോസഫ് പറയുന്നത് ഇവിടെ ഉണ്ട്. ആരുണ്ട്? ദൈവമുണ്ട്. ദൈവം കാണുന്നു. ആ ദൈവത്തിനെതിരെ എനിക്ക് പാപം ചെയ്യാൻ കഴിയില്ല. എത്ര വിലപ്പെട്ട കാര്യമാണ് പ്രിയമുള്ളവരെ. ഈ അറിവ് ഓരോ വിശുദ്ധൻ്റെ ജീവിതത്തിലും അനിവാര്യമായ കാര്യമാണ്. ഈ അറിവില്ലെങ്കിൽ നമ്മളിൽ അനേക പാപവും സംഭവിച്ചുകൊണ്ടിരിക്കും. ദൈവം എന്നെ കാണുന്നു എന്നുള്ള ആ ബോധ്യം, ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നും എനിക്കൊന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല. ദൈവം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം തന്നെ ചോദിക്കുകയാണ് ഇവിടെ, ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്തൊളിപ്പാൻ കഴിയുമോ? എത്ര ഭയങ്കര ചോദ്യമാണ്. ആദമോ പാപം ചെയ്തിട്ട് മരത്തിൻ്റെ മറയിൽ പോയി ഒളിച്ചിരിക്കുക. ദൈവം കാണുന്നില്ലേ? ദൈവം കാണുന്നു പ്രിയമുള്ളവരെ. നമ്മൾ എവിടെയെല്ലാം ഒളിച്ചാലും, ഏത് പൊത്തിൽ പോയി ഒളിച്ചാലും, ഏത് ഗുഹയിൽ പോയി ഒളിച്ചാലും, അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടാക്കുന്ന ഭവനത്തിൽ പോയി ഒളിച്ചാലും എല്ലാം ദൈവം കാണുന്നു. നോക്കുക, ഒരുപാട് വിശദീകരണങ്ങളുണ്ട്, നമ്മൾ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. എങ്കിലും ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു ഗുണസവിശേഷതയാണ് ദൈവം സർവ്വവ്യാപിയാകുന്നു എന്നുള്ളത്. ഇതേ കാര്യം നമ്മൾ പുത്രനെ കുറിച്ച് വായിക്കുമ്പോൾ, നമ്മൾ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം, 2 3 പേർ
എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കുക, ഒരേ സമയം ലോകത്ത് ലക്ഷക്കണക്കിനിടങ്ങളിൽ ദൈവത്തിന്റെ ജനം കൂടി വന്നിരിക്കുക. അപ്പൊ കർത്താവ് പറയാണ്, അവിടെ എല്ലാം നടുവിൽ ഞാനുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നടുവിൽ ഒരേ സമയത്തായിരിക്കണമെങ്കിൽ താൻ എങ്ങനെയുള്ള ദൈവമായിരിക്കണം? താൻ സർവവ്യാപിയായ ദൈവമായിരിക്കണം, ഒരു സംശയമില്ല. അപ്പോൾ കർത്താവ് ഇവിടെ പറയുമ്പോൾ ഇവിടെ അസന്നിഗ്ധമായിട്ട് താൻ അവകാശപ്പെടുന്ന ഒരു വലിയ കാര്യം, ഞാൻ സർവവ്യാപിയായ ദൈവമാകുന്നു എന്ന് തന്നെയാണ്. ഇനി ഇതേ കാര്യമാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചും നമ്മൾ 139 സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. നമ്മൾ 139 സങ്കീർത്തനം അതിൻ്റെ 7 വാക്യം, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഇനി അതിൻ്റെ വിശദീകരണങ്ങൾ താഴേക്ക് ധാരാളമുണ്ട്. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്കാൻ തിരിച്ചാൽ നീ അവിടെയുണ്ട്, ഞാൻ ഉഷസിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. കണ്ടോ? അപ്പോൾ എങ്ങോട്ട് പോയാലും ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവിടെയുണ്ട്, പരിശുദ്ധാത്മാവ് അവിടെയുണ്ട്. പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ഈ അറിവ് നമ്മളെ ഭരിക്കുന്നുണ്ടോ? അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിജയകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയൂ. വളരെ വിലപ്പെട്ട കാര്യമാണ്, നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ ഈ സത്യം മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്കൊരു ജയാളിയായിട്ട് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ പിതാവ് സർവ്വവ്യാപിയായ ദൈവമാണ്, പുത്രൻ സർവ്വവ്യാപിയായ ദൈവമാണ്, അതുപോലെ പരിശുദ്ധാത്മാവും സർവ്വവ്യാപിയായ ദൈവമാണ്. നമ്മൾ ചിന്തിക്കണം, ഇതൊക്കെ ദൈവത്തിന് മാത്രമുള്ള ഗുണമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് മാത്രമുള്ള ഗുണമാണ്. ഈ ഗുണങ്ങൾ ഒരിക്കലും മറ്റൊന്നിലേക്ക് പകരാൻ ദൈവത്തിന് കഴിയില്ല. അത് ദൈവത്തിൽ മാത്രം ആയിരിക്കേണ്ട കാര്യങ്ങളാണ്. വളരെ ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ദൈവം പരിശുദ്ധനാകുന്നു. ദൈവം പരിശുദ്ധനാകുന്നു. അപ്പം നമ്മൾ വെളിപ്പാട് പുസ്തകം 15 അധ്യായം അതിൻ്റെ 4 വാക്യം വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 15 അധ്യായം അതിൻ്റെ 4 വാക്യം വായിക്കുമ്പോഴത്തേക്കും, നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും, നീയല്ലോ ഏക പരിശുദ്ധൻ. നോക്കുക, നീയല്ലോ ഏക പരിശുദ്ധൻ. അപ്പം പിതാവ് ഏക പരിശുദ്ധനായ ദൈവമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി പുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതോ, അപ്പോസ്തല പ്രവൃത്തി 3 അധ്യായം അതിൻ്റെ 14 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 3 അധ്യായം 14 വാക്യം, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണം എന്ന് ചോദിച്ചു. ഇവിടെ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ പറയാണ്, കർത്താവായ യേശുക്രിസ്തു ആരാണ്? പരിശുദ്ധനായ ദൈവമാണ്. അവിടുന്ന് പരിശുദ്ധനാണ്. ചിന്തിക്കുക, പരിശുദ്ധൻ. നമ്മൾ മറ്റ് പല ഭാഷകളിലും ഈ പരിശുദ്ധൻ എന്നുള്ള പ്രയോഗം ശരിക്കും വരുന്നില്ല. ഏതായാലും നമുക്ക് മലയാളത്തിൽ വളരെ ക്ലിയർ. കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധനായ ദൈവമാണ്. നമ്മൾ ചിന്തിക്കുക, പരിശുദ്ധൻ, അവിടുന്ന് മാത്രം ഏക പരിശുദ്ധൻ. പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ പുത്രനും പരിശുദ്ധനായിരിക്കുന്നു. ഇതേ കാര്യം നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 1 അധ്യായം അതിൻ്റെ 15 വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അപ്പോൾ ആ പേര് തന്നെ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ തന്നെ വിശുദ്ധിയുടെ ആത്മാവ്, പരിശുദ്ധൻ എന്ന് തന്നെയാണ്. നോക്കുക, അപ്പോൾ പിതാവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ, കർത്താവ് പുത്രൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവും പരിശുദ്ധനാണ്. ഇന്ന് ചിലരൊക്കെ പരിശുദ്ധൻ എന്നുള്ള പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധ വാവാന്നൊക്കെ കേൾക്കാറില്ലേ? അങ്ങനെയുള്ള പ്രയോഗം ആർക്കും, ദൈവത്തിനുള്ള ആ പ്രയോഗം മനുഷ്യന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ വിശുദ്ധന്മാരാ, ആരും പരിശുദ്ധന്മാരല്ല. പരിശുദ്ധൻ ദൈവം മാത്രമാണ്. അപ്പോൾ ആ ദൈവത്വത്തിൽ
പിതാവ് പരിശുദ്ധനാണ്, പുത്രൻ പരിശുദ്ധനാണ്, പരിശുദ്ധാത്മാവ് പരിശുദ്ധനാണ് എന്നാണ് നമ്മളിവിടെ കണ്ടത്. അപ്പം ഒരു ചുരുങ്ങിയ നിലയിൽ ഈ 5 ഗുണങ്ങൾ അത് ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നതും ദൈവത്തിന് മാത്രം ഉള്ളതുമായ കാര്യമാണ്. ഒരു സൃഷ്ടിയും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിശുദ്ധനല്ല. ദൈവം പരിശുദ്ധനാണ്. അപ്പോൾ നമ്മളിവിടെ 5 കാര്യങ്ങൾ കണ്ടത് നിങ്ങൾ ഓർക്കുമല്ലോ, വളരെ വിലപ്പെട്ട കാര്യമാണ്. ഒന്ന്, ദൈവം നിത്യനാണ്. അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിത്യരാണ് എന്നാണ് നമ്മൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കണ്ടത്. രണ്ടാമത് നമ്മൾ വായിച്ചത് ദൈവം സർവശക്തനാണ്. അതും നമ്മൾ പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും കാണുകയുണ്ടായി. വീണ്ടും നമ്മൾ കണ്ടത് ദൈവം സർവജ്ഞാനിയാണ്. അപ്പോൾ പിതാവ് സർവജ്ഞാനിയാണ്, പുത്രൻ സർവജ്ഞാനിയാണ്, പരിശുദ്ധാത്മാവും സർവജ്ഞാനിയാണ്. വീണ്ടും നാലാമത് നമ്മൾ കണ്ടത് ദൈവം സർവവ്യാപിയാണ്. അതിനെക്കുറിച്ചും നമ്മൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവവ്യാപിയായിരിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അഞ്ചാമത് നമ്മൾ കണ്ടത് ദൈവം പരിശുദ്ധനാണ് എന്നുള്ളത്. അപ്പോൾ ഈ 5 കാര്യങ്ങളും നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ദൈവത്തിനുള്ള ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ആ വിശേഷതകൾ മറ്റാർക്കുമില്ലാത്ത വിശേഷതകളാണ് ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങളും. നിത്യൻ എന്നുള്ളതും ദൈവത്തിന് മാത്രം ഉപയോഗിക്കാൻ കഴിയാവുന്ന കാര്യമാണ്. ദൈവം ഉണ്ടായി ഉളവായി എന്നുള്ള ഒരു കാര്യം വരുന്നേയില്ല. അവിടുന്ന് നിത്യനായ ദൈവമാണ്. ദൈവം നിത്യനാണ്, ദൈവം സർവശക്തനാണ്, ദൈവം സർവജ്ഞാനിയാണ്, ദൈവം സർവവ്യാപിയാണ്, ദൈവം പരിശുദ്ധനാണ്. ഇത് ദൈവത്തിന് മാത്രം നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. മറ്റൊന്നിനെക്കുറിച്ച് നമുക്കത് പറയാൻ കഴിയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മ ഇരിക്കുമല്ലോ. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ഈ ദൈവത്തിൻ്റെ ഈ ത്രിയേക ദൈവം ഒരുമിച്ചാണ് ഈ സൃഷ്ടികളെല്ലാം നടത്തിയിരിക്കുന്നത് എന്നുള്ളത്. അത് ആ സൃഷ്ടിപ്പിലൂടെ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടലുകളിലൂടെ ത്രിയേക ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നമുക്ക് തിരുവചനത്തിലൂടെ കാണാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വെളിപ്പാട് പുസ്തകം വരെയും ദൈവിക പ്രവർത്തനങ്ങളിലെല്ലാം ത്രിയേക ദൈവം ഒരുമിച്ചായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം അതുകൊണ്ട് നമുക്ക് എപ്പോൾ വരെയും നമ്മൾ ഈ ത്രിയേകത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലയോ അപ്പോൾ വരെയും നമുക്ക് ശരിക്കും ദൈവത്തെ അറിയാൻ കഴിയുകയില്ല. ഇല്ലെങ്കിൽ ഞാൻ ആദ്യം ഒരു ഉപമ പറഞ്ഞല്ലോ, ആനയെ കാണാൻ പോയ 3 കുരുടന്മാരെ പോലെ ഇരിക്കും. അവർ ഏതെങ്കിലും ഒന്നിനെ പിടിച്ചിട്ട് ഇതാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമല്ല. അവർക്കൊരിക്കലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ ആ 3 ഗ്രൂപ്പുകാരെ കുറിച്ച് എടുത്തു പറഞ്ഞത്, യഹോവ വിറ്റ്നസിനെ കുറിച്ചും പിന്നെ യേശുനാമക്കാരെക്കുറിച്ചും അതുപോലെ സാൽമനസുകാർ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് മാത്രമാണ് ദൈവം എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനെ കുറിച്ചും പറയാനിടയായത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ബോധ്യമായി കാണും എന്ന് ഞാൻ ആശിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയം പെട്ടെന്ന് ഒരു വ്യക്തിക്ക് ഉൾക്കൊള്ളാനായിട്ട് പ്രയാസം തോന്നാം. എന്നാൽ നമ്മളിത് അറിയേണ്ട മണ്ണ് തന്നെ അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും ഒരു ദൈവഭക്തനായിരുന്നുകൊണ്ട് കർത്താവിനെ സേവിക്കാൻ കഴിയുള്ളൂ, ഒരു വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. ദൈവാത്മാവ് സഹായത്തോടു കൂടി ഇതെല്ലാം പഠിക്കുവാനും ഈ സത്യത്തിൽ നിലനിൽക്കുവാനും കർത്താവ് ഇടയാക്കട്ടെ. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ മഹത്വവും കർത്താവിന് മാത്രം അർപ്പിക്കുന്നു. ആമേൻ.